അപ്പം അത്തരത്തിലാണെങ്കിൽ ഇന്ന് എനിക്ക് പരിചയപ്പെടുത്താനുള്ള ഏറ്റവും വലിയൊരു പ്രൊഡക്റ്റ്, നമ്മളെല്ലാവരും 6 മാസത്തിൽ അല്ലെങ്കിൽ 3 മാസത്തിൽ, ആദ്യത്തെ കണക്ക് വെച്ച് നമ്മളെല്ലാവരും പറയുന്ന 1 വർഷത്തിനുള്ളിൽ കഴിച്ചിരിക്കേണ്ട ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുമായിരുന്നു. ഏറ്റവും നല്ല ക്വാണ്ടിറ്റിയും ഏറ്റവും നല്ല ക്വാളിറ്റിയും എല്ലാ എല്ലാ നമുക്ക് എന്താണ് നമ്മുടെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി പവർ കൂടാൻ വേണ്ടിയിട്ട്, നമ്മുടെ രോഗപ്രതിരോധ ശേഷി നമ്മുടെ കൂടി സന്നദ്ധരായിരിക്കാൻ വേണ്ടി നമുക്ക് ഏറ്റവും കൂടുതൽ കഴിക്കേണ്ട ഏറ്റവും നല്ലൊരു ഹെൽത്തി ജ്യൂസ് ആണ് ഇന്നത്തെ പ്രൊഡക്റ്റ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. 95 ഹെൽത്ത് ഡ്രിങ്ക്. എല്ലാവരും ആദ്യം പറഞ്ഞു 1 വർഷത്തിൽ കൂടുതൽ കഴിക്കണമെന്ന്. പക്ഷെ ഇപ്പോഴത്തെ കാലത്തനുസരിച്ചിട്ട് ഞാൻ പറയുന്നതാണ്, 1 വർഷത്തിലല്ല കൂടുതലായിട്ടല്ല കഴിക്കേണ്ടത്. അതായത് നമ്മൾ 3 മാസത്തിൽ ഏതെങ്കിലും 1 മാസമെങ്കിലും നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് കഴിച്ചിരിക്കണം. അതായത് നമ്മളുടെ ശരീരത്തിലെ കോശങ്ങളൊക്കെ എന്താണ് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല സൂപ്പർ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ 95 ഹെൽത്ത് ഡ്രിങ്ക് എന്നുള്ള ഒരു പ്രൊഡക്റ്റ്. ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ 3 മാസത്തിൽ 1 മാസമെങ്കിലും കഴിച്ചിരിക്കണം, കണ്ടിന്യൂ ആയിട്ട് കഴിച്ചിരിക്കണം എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ പറഞ്ഞു നമ്മൾ പലതരത്തിലുള്ള രോഗത്തിലേക്ക് മാറുന്നതാണ്. നമുക്ക് ഓരോ ശരീരത്തിൽ നമ്മുടെ ഓരോ കോശങ്ങളിൽ ഓരോ രോഗങ്ങൾ പിടിപെടുമ്പോൾ നമുക്ക് എന്ത് രോഗമാണ്, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത പല രീതിയിലുള്ള രോഗങ്ങളിലേക്കാണ് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കോശങ്ങൾ എന്താ നശിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ആ കോശങ്ങളെല്ലാം റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് കഴിക്കണമെന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും നല്ലൊരു ഹെൽത്ത് ഡ്രിങ്ക് പ്രൊഡക്റ്റ് ആണ് നമ്മുടെ 9E5 എന്നുള്ള ഒരു പ്രൊഡക്റ്റ്. 9E5 എന്നുള്ള ഒരു പേരിലുണ്ട് 9E5, അതായത് 9ന് 5 ചേർത്തില്ലേ. അത് 9 നമ്മൾ പറയുന്നുണ്ട്. അതിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. നമുക്ക് കുറെ ആളുകൾക്ക് 95 രോഗപ്രതിരോധ ശേഷി കൂട്ടി, ആന്റി ഓക്സിഡന്റ് കപ്പാസിറ്റി എന്നും ഫ്രീ റാഡിക്കൽ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ചിലത് മനസ്സിലാവുന്നില്ല. ഈ ഫ്രീ റാഡിക്കൽ എന്താന്നുള്ള മനസ്സിലാകാത്ത ആൾക്കാരുണ്ട്, ആന്റി ഓക്സിഡന്റ് എന്താണെന്ന് മനസ്സിലാക്കാത്ത ആൾക്കാരുണ്ട്. ഇതെല്ലാം ഉണ്ട്. അപ്പൊ അത് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ കഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രൊഡക്റ്റിനകത്ത് എന്തെല്ലാം അടങ്ങിയിട്ടുള്ളതെന്ന് വെച്ചാൽ, വിറ്റാമിനുകളുണ്ട്, അതുപോലെ ധാതുക്കളുണ്ട്, എൻസൈമുകളെല്ലാം അടങ്ങിയിട്ടുള്ള മിനറൽസ് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് 95. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ എന്താണ്, നമ്മളുടെ ശരീരത്തിൽ എന്താണ് ഈ ഒരു പ്രൊഡക്റ്റ് കഴിക്കുന്നുണ്ട്, പലതരത്തിലുള്ള കോശങ്ങളെല്ലാം എന്താണ് പുനർജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു പ്രൊഡക്റ്റ് കഴിക്കണമെന്ന്. ഒരുപാട് ബെറികളുടെ നമ്മൾക്കറിയാവുന്നതാണ്. ഓരോ ബെറികൾ ഞാൻ പറയുന്നതാണ്, നമ്മളിപ്പോ ലുലു മാളിലും അല്ലാതെ തന്നെ നമ്മൾ പുറത്ത് നട്ട്സിന്റെയും ഫ്രൂട്ട്സിന്റെയും ഒക്കെ കടയിൽ പോയി കഴിഞ്ഞാൽ സാധാ ലോക്കലായിട്ടുള്ള ഫ്രൂട്ട്സ് എല്ലാം കിട്ടും. ഇത്ര 100 200 എല്ലാം കിട്ടും. പക്ഷെ നല്ല ഒറിജിനൽ വെല്ലുന്ന ഫ്രൂട്ട്സിന് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പൈസയാണ്. അതായത് ഞങ്ങളാണെങ്കിൽ ലുലു മാളിൽ പോയ സമയത്ത് ഞങ്ങൾ ഇതേപോലെ ബെറികൾ കണ്ടു. അതിലൊന്നുപോലും ബെറികൾ പോലും ടേസ്റ്റ് ചെയ്ത് നോക്കുവാൻ വേണ്ടിയിട്ട് പറ്റൂല. അതിലവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്, ഒരു ബെറികളും നിങ്ങൾക്ക് സാമ്പിളിന് വേണ്ടി തരുന്നതല്ല എന്ന്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം ഓരോ ബെറികളുടെയും വില. ഇത്ര കിലോ എന്നല്ല, ഒരു 2 3 3 4 എന്നൊക്കെ വെച്ചാൽ ഒരു 5 എണ്ണം ഒക്കെ കൈ ബെറികളിൽ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ എന്താണ് 1000 രൂപ 1500 രൂപയാണ് ഓരോ ബെറികളുടെയും വില. അത് കിലോയ്ക്ക് പോലല്ല, ഇത്ര കിലോയിലേക്കാട്ടി കൂടുതലാണ് ഓരോന്നിനും വില വരുന്നത് തന്നെ. അപ്പൊ നമ്മൾ വിചാരിക്കണം, നമ്മുടെ കൈ കിട്ടിയ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ എന്തുകൊണ്ടാണ് പൈസ കൂടുതലെന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ പൈസയെക്കാട്ടി കൂടുതലാണ് ഈ ഒരു പ്രൊഡക്റ്റിന് വരേണ്ടത്. ഇപ്പൊ നിലവിലുള്ള ഒരു എമൗണ്ടിനെക്കാട്ടി കൂടുതൽ വരേണ്ട ഒരു പ്രൊഡക്റ്റ്, പക്ഷെ ഇത്രയും ഒരു എമൗണ്ടിൽ നമുക്ക് കൈകളിൽ കിട്ടുന്നെന്ന് വെച്ചാൽ നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാല് എന്താ ലക്കായിട്ടുള്ള ആളുകളാണ്. അപ്പൊ അത് നമ്മൾ വിചാരിക്കണം, ഈ ഒരു പ്രൊഡക്റ്റ് എല്ലാവരും എല്ലാ വീടുകളിലും നമ്മൾ നിർബന്ധമായിട്ടും എല്ലാവരും മേടിച്ച് കഴിക്കേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ 95 എന്നുള്ള പ്രൊഡക്റ്റ്. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് കിട്ടാത്ത കുറെ അംശങ്ങൾ, കാര്യങ്ങൾ, വിറ്റാമിൻ കാര്യങ്ങളും എല്ലാം കിട്ടുന്നുള്ളു. എല്ലാം മൊത്തത്തിൽ കലർന്നിട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് 95. അതാണ് ഞാൻ പറഞ്ഞത്, എൻസൈമുകളും വിറ്റാമിനുകളും ധാതുക്കളും അമിനോ ആസിഡുകളും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് 95 എന്ന് പറയുന്നത്. അപ്പം 95 എന്ന് ഞാൻ പറഞ്ഞു, നമ്മുടെ ശരീരത്തിലുള്ള ഫ്രീ റാഡിക്കലെ ചെറുത്ത് നിർത്താൻ വേണ്ടി സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് 95 എന്ന്. എന്താണ് ഫ്രീ റാഡിക്കൽ എന്ന് അറിഞ്ഞിരിക്കണം. അതായത് നമ്മളുടെ ശരീരത്തില് ഒരുപാട് ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഒരുപാട് കോശങ്ങളും തന്മാത്രകളെല്ലാം ചേർന്നിട്ടാണ് നമ്മളുടെ ശരീരം ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട്. നമ്മൾ പറയുന്നുണ്ട് എന്താണ്, ബാറ്ററിയുടെയൊക്കെ ആയാൽ തന്നെ ഇലക്ട്രോണും ന്യൂട്രോണും പോസിറ്റീവ് നെഗറ്റീവ് എനർജി എല്ലാം ഉണ്ടെന്ന് നമ്മളും പറയാറുണ്ട്. ബാറ്ററിയുടെ കാര്യത്തിലാണ് നമ്മളെല്ലാവരും പഠിക്കുന്ന, ചെറിയ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് രസതന്ത്രവും എല്ലാം പഠിച്ചവരാണ്, കെമിസ്ട്രി എല്ലാം പഠിച്ചവരാണ്. ചെറുതായിട്ടായാലും തന്നെ നമ്മൾ അതിലും ചെറിയ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇതെല്ലാം നമ്മളോട് പറഞ്ഞു, എങ്ങനെയാണ് ബാറ്ററിയിൽ എങ്ങനെയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് ചാർജ് കയറുന്നതും കാര്യങ്ങളെല്ലാം നമ്മളെ പഠിപ്പിച്ചാണ്. അപ്പൊ അതേപോലെ തന്നെ നമ്മളുടെ ശരീരത്തില് ഓരോ അവയവങ്ങൾ ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഓരോ തന്മാത്രകളിലും ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ, അതിൽ കൂടിയൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ ഓരോ പ്രവർത്തനം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എന്താക്കുന്നത്,
ഇങ്ങനെ ജീവനോട് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ ഓരോ പ്രവർത്തനങ്ങളും നമ്മളുടെ ശരീരത്തിലും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തുകൊണ്ടത് നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യം എന്താണ്? ശ്വസിക്കാൻ ഓക്സിജൻ ആവശ്യമാണ്. അപ്പം നമ്മളുടെ ശരീരത്തിലെ ഇലക്ട്രോണുകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത്? ഒരു ഇലക്ട്രോണുകളെല്ലാം എന്താണ്? എല്ലാ ഇലക്ട്രോണുകളും എല്ലാം നമ്മുടെ ശരീരത്തിൽ ഒരുമിച്ച് നിൽക്കാൻ ആഗ്രഹിക്കുന്നവയാണ്. പക്ഷെങ്കിൽ അതിൽ ചില ഇലക്ട്രോണുകളൊക്കെ ഒറ്റ ആറ്റങ്ങളായിട്ടിരിക്കാനും അവയെല്ലാം വിഘടിച്ചു മാറുകയും ചെയ്യുന്നു. അവ വിഘടിച്ചു മാറി അവരെന്താണ്? സ്വതന്ത്രത്തോടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നു. അവയാണ് ഫ്രീ റാഡിക്കൽ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ശരീരത്തിലുള്ള അതായത് തന്മാത്രകളിലെ കുറെ തന്മാത്രകൾ എന്താണ്? ഒറ്റയ്ക്ക് നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. അത് ഫ്രീ ആയിട്ട് നിൽക്കാൻ, അവർക്ക് സ്വതന്ത്രമായിട്ട് നിൽക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ആ തന്മാത്രകളെയാണ് പറയുന്നത് ഫ്രീ റാഡിക്കൽ എന്ന് പറയുന്നത്. അപ്പൊ ആ തന്മാത്രകൾ എന്താക്കുന്നു? മറ്റു തന്മാത്രകളൂടെ പ്രവർത്തിച്ച് നമ്മളുടെ ശരീരത്തിലെ കോശങ്ങളിലേക്ക് എന്ത് പറ്റുന്നു? കേടുപാടുകൾ വരുത്താൻ സഹായിക്കുന്നു. കേടുപാടുകൾ വരുത്തുന്ന രീതിയിലേക്ക് മാറുന്നു. അതിനെയാണ് ഫ്രീ റാഡിക്കൽ എന്ന് പറയുന്നത്. അപ്പൊ ഇവയിൽ ഒറ്റയ്ക്ക് നിൽക്കാനും ആഗ്രഹിക്കുന്നുണ്ട്. നല്ലത് ചെയ്യുന്ന തന്മാത്രകൾക്ക് എന്താണ്? എന്ത് ചെയ്യുന്നു? നെഗറ്റീവ് എനർജി കൊടുത്തിട്ട്, അതായത് അതിലേക്ക് പ്രവർത്തിച്ചിട്ട് അതിലേക്ക് കൂടി ചേർന്നിട്ട് എന്താണ്? നമ്മുടെ ശരീരത്തിലുള്ള ഓരോ കോശങ്ങളെ എന്താണ്? ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് മാറ്റുന്നു. ഇവയാണ് ഫ്രീ റാഡിക്കൽ എന്ന് പറയുന്നത്. അപ്പം ഈ ഫ്രീ റാഡിക്കൽ നമുക്ക് പറയാം എന്തുകൊണ്ടാണ് ഫ്രീ റാഡിക്കൽ ഇങ്ങനെയുള്ള ഫ്രീ റാഡിക്കൽ എന്തുകൊണ്ടാണ് വരാനുള്ള കാരണം പറയാം. ഒന്ന്, നമ്മളെല്ലാം രോഗമായി കഴിയുന്ന സമയത്ത് നമ്മളെല്ലാം ഹോസ്പിറ്റലിൽ പോകാറുണ്ട്. കൈക്ക് ചതവ് പറ്റിയാല്, കാലിന് ചതവ് പറ്റിയ, ഉളുക്ക് പറ്റിയ, നമ്മളെല്ലാരും പോയി ചെയ്യുന്ന ഒന്ന് കാര്യമുണ്ട്, എക്സ്റേ എടുക്കുന്നത്, സ്കാൻ ചെയ്യുന്നത്. അൾട്രാ വയലറ്റ് കിരണങ്ങൾ കൊണ്ട് നമുക്ക് വരാം. പിന്നെ സ്കാനിങ്ങിൽ കൂടെയും അതുപോലെ തന്നെ എന്താണ്? പലതരത്തിൽ എക്സ്റേയിൽ കൂടെ നമുക്ക് വരാം. അതായത് നമ്മുടെ അതിന്റെ റേഡിയേഷൻ കാരണങ്ങൾ കൊണ്ടൊക്കെ ചെറിയ തോതിൽ വരാം നമുക്ക്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഫാസ്റ്റ് ഫുഡിന്റെ ഉപയോഗം മൂലം, പുകവലി, മദ്യപാനത്തിന്റെ പ്രശ്നങ്ങൾ കൊണ്ട്, അപ്പം കെമിക്കലായിട്ടുള്ള ഫുഡുകളും കാര്യങ്ങളും എല്ലാം കഴിക്കുന്നത് കൊണ്ടല്ല എന്താണ്? നമ്മളുടെ കോശങ്ങൾ പെട്ടെന്ന്, അപ്പൊ ഇതിനെല്ലാം ഫ്രീ റാഡിക്കൽ എന്ത് പറ്റുന്നു? പെട്ടെന്ന് ഇതെല്ലാം അധികം രീതിയിൽ നമ്മളുടെ ശരീരത്തിൽ നിന്നെല്ലാം ഇതിനെല്ലാം വല്ലാതെ ചോർത്തിയെടുത്തിട്ട് നമുക്ക് പലതരത്തിലുള്ള കോശങ്ങൾ നശിക്കുകയും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു. അപ്പൊ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിലെ DNA-യും അതുപോലെ തന്നെ എന്താണ് കെമിക്കലും എല്ലാം ചേർന്നിട്ട് നമ്മുടെ ശരീരത്തിലെ ഓക്സിജന്റെ കപ്പാസിറ്റി എന്താണ്? നശിക്കുന്ന രീതിയിലേക്ക് മാറുന്നു. അപ്പൊ നമുക്ക് പലതരത്തിലുള്ള രോഗമായി തീരുകയും ചെയ്യും. അപ്പൊ ഇതാണ് ഫ്രീ റാഡിക്കല്. ആന്റി ഓക്സിഡന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഫ്രീ റാഡിക്കൽ വന്നതിനെ ചെറുത്ത് നിൽക്കുന്നതിന് വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് ആന്റി ഓക്സിഡന്റ്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളുടെ പ്രൊഡക്റ്റിന് 95 എന്നൊരു പ്രൊഡക്റ്റിന് ആന്റി ഓക്സിഡന്റ് കപ്പാസിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് 95 എന്ന് വെച്ചാൽ. അതായത് നമ്മുടെ ഫ്രീ റാഡിക്കൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ചെറുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട്, അതിനുവേണ്ടി ചെറുത്ത് നിൽക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് ആന്റി ഓക്സിഡന്റ് എന്ന് പറയുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ആന്റി ഓക്സിഡന്റും കൂടെ ഉള്ള ഒരു പ്രൊഡക്റ്റാണ് 95. പിന്നെ ഒറാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞ ലാബിൽ നടത്തുന്ന ടെസ്റ്റ് മൂലം ഒറാക്ക് എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ ഒരു പദാർത്ഥത്തിന്റെ, അതായത് ഒരു പദാർത്ഥത്തിന്റെ ആന്റി ഓക്സിഡന്റ്, അതായത് ഇത് സഹായിക്കുന്ന ആന്റി ഓക്സിഡന്റിനെ നിർണ്ണയിക്കുന്നതിനുള്ള സ്റ്റാൻഡേർഡ് രീതിയാണ് ഒറാക്ക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നമ്മളുടെ 95 ഹെൽത്ത് ഡ്രിങ്ക് 9 ലക്ഷം ഒറാക്ക് വാല്യൂ ആണുള്ളത്. അത്രയ്ക്കും കപ്പാസിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അതായത് ഈ ടെസ്റ്റിൽ ഇത് ലാബിൽ ടെസ്റ്റ് ചെയ്ത് കഴിയുന്ന സമയത്ത് ഒരു ആന്റി ഓക്സിഡന്റ് എത്രയാന്നുള്ളത് നോക്കണം. 9 ലക്ഷത്തോളം ആന്റി ഓക്സിഡന്റ് കപ്പാസിറ്റി ഉള്ള, അതായത് ഇത്ര നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവത്തിലും എത്തിച്ചേരാൻ പറ്റുന്ന രീതിയിലുള്ള, എല്ലായിടത്തും പ്രവർത്തിച്ച് നല്ല രീതിയിൽ നമ്മളുടെ ശരീരത്തിലെ നല്ല രീതിയിൽ മാറ്റാനുള്ള ഒരു പവർ ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് 95 എന്നുള്ളത്. ഇതെല്ലാം നമുക്ക് 95 എന്നുള്ള ഒരു ഹെൽത്ത് ഡ്രിങ്ക്, അപ്പൊ നമ്മളെല്ലാവരും കുടിച്ചിരിക്കേണ്ട ഏറ്റവും നല്ലൊരു ഹെൽത്ത് ഡ്രിങ്ക് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണ്. അപ്പം ഈ ഫ്രീ റാഡിക്കല് വന്നു കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ അറിയണം എന്തെല്ലാന്നുള്ളത്. അതായത് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ റാഡിക്കൽ വന്നു കഴിയുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന പ്രധാനപ്പെട്ട ലക്ഷണം ഒന്ന്, ഏജിങ് നമുക്ക് നന്നായിട്ട് തോന്നും. അതായത് നമുക്ക് ചില ആളുകളെ നമുക്ക് കാണുമ്പോൾ പറയാം, ഒരു പ്രായം, അതായത് ചെറിയ പ്രായമായാൽ തന്നെ, ചെറിയ വയസ്സുള്ള ആളുകളിൽ തന്നെ ഏജിങ് നന്നായിട്ട് തോന്നും. അതായത് പ്രായം കൂടുതൽ ചില ആളുകളിൽ പെട്ടെന്ന് തോന്നുന്നുണ്ട്. അത് നമ്മുടെ കോശങ്ങൾ നശിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. അതുപോലെ തന്നെ എപ്പോഴും ക്ഷീണമായിരിക്കും.
അതായത് നമ്മുടെ കോശങ്ങൾക്കും നമ്മുടെ DNA-ക്കും അതുപോലെ തന്നെ പലതരത്തിലുള്ള രോഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കും. നമ്മുടെ കോശങ്ങളും എല്ലാം നശിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ക്ഷീണം അനുഭവപ്പെടും. നമുക്ക് എന്ത് ചെയ്യുവാനും തോന്നാത്തൊരു ഊർജ്ജക്കുറവ്, നമുക്ക് എന്താണ് ഒന്ന് കിടക്കണോ അതായത് ഇരിക്കണോ, നമുക്ക് എന്തെങ്കിലും ജോലി എന്തെങ്കിലും ചെയ്യുന്നതാണെങ്കിൽ തന്നെ നമുക്ക് ജോലിക്കൊന്നും എന്തിനും നമുക്കൊരു ഉത്സാഹക്കുറവുന്ന ഒരു അവസ്ഥ തോന്നും ഫ്രീ റാഡിക്കൽ വന്നു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ എന്താണ്, നമുക്ക് ചില സമയത്ത് രാത്രി നമ്മൾ എപ്പോഴെങ്കിലും ഉറക്കം തൂങ്ങുന്ന പോലെ തോന്നും. പക്ഷെ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരാത്ത അവസ്ഥ, ആ ഒരു രീതിയിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്കിന്ന് ചേഞ്ച്, നമ്മുടെ സ്കിൻ എന്താണ് ചേഞ്ച് ചെയ്യുന്ന രീതിയിലേക്ക്, അതായത് സ്കിന്നിന് ഞാൻ പറഞ്ഞു അതിന്റെ ഏജിങ് തോന്നുന്ന, ഒരുപാട് ഏജിങ് തോന്നുന്ന രീതിയിലേക്കും സ്കിന്നിന് ചെറിയ തോതിൽ തന്നെ കേടുപാടുകൾ വരുന്ന രീതിയിലേക്ക് മാറുന്നു. പിന്നെന്താണ്, ശരീരത്തിൽ വരുന്ന ക്ഷീണം, നമുക്ക് എപ്പോഴും ശരീരത്തിൽ ഉണ്ടാകുന്ന ക്ഷീണം. പിന്നെ ചൊറിച്ചില്, ചില സമയത്ത് നമുക്ക് അറിയാവുന്നതാണ്, നമ്മൾ പറയുന്നുണ്ട് നമ്മൾ പുഴുവിൽ വല്ല ഇരുത്തിയതാണോ അല്ലെ ചിലന്തിയുടെ എന്തെങ്കിലും ഇതാക്കിയതാണോ നമ്മുടെ ശരീരത്തിൽ, നമ്മൾ എന്ത് ഡ്രസ്സ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ശരീരത്തിൽ ചൊറിഞ്ഞു അടിക്കുന്നത്. ചില ആൾക്കാർക്ക് ഒരു പ്രത്യേക രീതിയിൽ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു ഇത് കയറിയിട്ടുണ്ടെങ്കിൽ ചെറിയ തോതിൽ നമുക്ക് ആദ്യം കാണിച്ചു വരുന്ന ഒരു സാമ്പിൾ ആയിട്ട് നമ്മുടെ ശരീരം കാണിച്ചു തരുന്നത് നമുക്ക് ചൊറിച്ചിലുണ്ടാകും. അത് ചൊറിച്ചിൽ എന്ന് വെച്ചാൽ നമ്മൾ കുറെ നമ്മൾ എല്ലാ ദിവസം രാത്രിയിലോ അത് രാവിലെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചൊറിച്ചിൽ വന്നുകൊണ്ടിരിക്കും. നമ്മളെങ്ങനെ നമ്മൾ ഈ പുഴുവൊക്കെ ഒന്ന് കുത്തിക്കഴിഞ്ഞാൽ നമുക്ക് പുഴുവെല്ലാം കുത്തിയിട്ട് നമ്മൾ എന്താണ് വന്നത് ഇങ്ങനെ തുടുത്ത് ഇതായിട്ട് നിൽക്കുന്ന പോലെ തന്നെ നമുക്ക് ചൊറിച്ചിൽ വന്ന സമയത്ത് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന രീതിയിലേക്ക്, അതായത് സാധാ വട്ടച്ചൊറി പോലത്തെ ഒന്നുമല്ല, നമ്മൾ സാധാ രീതി നമുക്ക് ചൊറിച്ചിൽ അലർജി പോലെ നമുക്ക് തോന്നും നമ്മുടെ ശരീരത്തില്. അതെല്ലാ ദിവസവും ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് നമുക്ക് തോന്നും. പിന്നെ അതുപോലെ തന്നെ എന്താ ജോയിന്റ് പെയിൻസ്, നമ്മുടെ ശരീരത്തിൽ മസിലുകൾക്കും നമ്മുടെ ശരീരത്തിലെ ഓരോ, അതായത് നമുക്കുണ്ടാകുന്ന കൈകളിലെ മുട്ടുകൾക്കും കാൽമുട്ടുകൾക്കും എല്ലാം എന്താ പെയിൻ, മസിലിന്റെ അവിടെ എല്ലാം പെയിൻ അനുഭവപ്പെടുന്ന രീതിയിൽ നമുക്ക് എന്താണ് ഫ്രീ റാഡിക്കൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്തരത്തിലുള്ള ലക്ഷണങ്ങൾ, ചെറിയ തോതിലുള്ള ലക്ഷണങ്ങൾ, ഇത്തരത്തിലുള്ള ചെറിയ തോതിലുള്ള ലക്ഷണങ്ങളാണ് നമുക്ക് തോന്നുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഇവ വരാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ ഞാൻ പറഞ്ഞു തന്നു. ഒന്ന് അൾട്രാ വയലറ്റ് കിരണത്തിൽ കൂടി എക്സ്ട്രാ സ്കാനിങ്, അങ്ങനത്തെ കാരണത്തിൽ കൂടെ നമുക്ക് ഉണ്ടാകും. അതുപോലെ നമുക്ക് പിന്നെ വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അമിതമായി സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ എന്ത് കാര്യത്തിനും അധികമായി ഫോക്കസ് ചെയ്ത് നമ്മൾ ഭക്ഷണവും വെള്ളവും ഒന്നും കുടിക്കാതിരുന്നിട്ട് നമ്മൾ എന്താണ് സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അതിനുവേണ്ടി മാത്രം സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാലും എന്താക്കും, നമുക്ക് പതുക്കെ തന്നെ എന്താണ്, അതുകൊണ്ട് നമുക്ക് ഫ്രീ റാഡിക്കലും അല്ല. അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പിന്നെന്താണ്, ശരീരത്തിന് ഇമ്മ്യൂണിറ്റി പവർ ഇല്ലാഞ്ഞിട്ടും വരും നമുക്ക്. നമ്മുടെ ശരീരത്തിൽ അധികമായിട്ടുള്ള എല്ലാ എല്ലാ കാര്യങ്ങളും നമ്മുടെ ശരീരത്തിന് ഇമ്മ്യൂണിറ്റി പവർ ഇല്ലാതെ ഊർജ്ജക്കുറവ് കൊണ്ടുള്ള പ്രശ്നം കൊണ്ട് നമുക്ക് വരും. പിന്നെ തുടർച്ചയായി നമുക്ക് ദിവസം, അതായത് ചെറിയ ആൾക്കാർക്ക്, ചില ആൾക്കാർക്ക് അലർജി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ചെറിയ അലർജികളൊക്കെ സംബന്ധിച്ചുള്ള ആളുകൾക്കും എന്താണ് ഇത്തരത്തിലുള്ള ഫ്രീ റാഡിക്കലിന്റെ പ്രശ്നങ്ങൾ പെട്ടെന്ന് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എന്താണ്, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻസോ മിനറൽസോ ഇവയൊന്നും ഇല്ലാതിരുന്നു കഴിഞ്ഞാലും എന്താണ് നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പിന്നെ അമിതമായി ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ, അമിതമായി പറഞ്ഞ സ്ട്രെസ് ചെയ്ത് അധികമായിട്ടൊരു കാര്യത്തിൽ തന്നെ സ്ട്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെല്ലാവരും ഓഫീസുകളിലും ജോലികളിലൊക്കെ പോകുന്ന ആൾക്കാരും തിരക്കായിട്ടുള്ള ആളുകളിലാണ് എല്ലാവരും ഉള്ളത്. അപ്പൊ നമ്മളെല്ലാം കൂടുതൽ ചില കാര്യങ്ങളിൽ ഭയങ്കരമായിട്ട് കോൺസെൻട്രേഷൻ ചെയ്ത് നമുക്ക് ചില കാര്യങ്ങൾ ഭയങ്കര ടെൻഷൻ ആയിരിക്കും, ഭയങ്കര സ്ട്രെസ് ആയിരിക്കും. പിന്നെ ഫാമിലി എന്ത് ഇഷ്യൂ ആയിക്കോട്ടെ അതിനെല്ലാം കുറെ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് എന്താണ് ഇത്തരം ഫ്രീ റാഡിക്കൽ നമ്മുടെ ശരീരത്തിലേക്ക് പെട്ടെന്ന് കടന്നുകൂടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എന്താണ്, പിന്നെന്ന് വെച്ചാൽ മരുന്നിന്റെ അമിത ഉപയോഗം, ഓരോരുത്തരും ഓരോ രോഗങ്ങളായിരിക്കുന്ന സമയത്ത് പലതരത്തിലുള്ള മരുന്നുകളെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. മരുന്നുകൾ കൊണ്ടൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല, കുറേയധികം പാർശ്വഫലങ്ങൾ. ഇന്ന് ഏറ്റവും കൂടുതൽ കിഡ്നി സംബന്ധമായ പ്രശ്നം ഉണ്ടാകുന്ന വെള്ളം കൂടി മാത്രമല്ല, മരുന്നുകളുടെ ഉപയോഗം കൊണ്ടാണ് ഏറ്റവും കൂടുതൽ കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഒരു രോഗത്തിന് വേണ്ടി നമ്മൾ എത്ര കാലമാണ് മരുന്നുകൾ കഴിക്കുന്നത്, ആ മരുന്നുകൾ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവത്തെയാണ് ഡാമേജ് ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ എന്താണ് ഇത്തരത്തിലുള്ള എന്താ ഫ്രീ റാഡിക്കൽ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലേക്ക്, അതായത് ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞിട്ട് ഫ്രീ റാഡിക്കൽ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലേക്ക് വരാനുള്ള കാരണമായി നമ്മുടെ കോശങ്ങളെല്ലാം നശിപ്പിക്കാൻ ഇടയാകുന്നുണ്ട്. പിന്നെ എന്താണ്, അൺസ്റ്റേബിൾ ആയിട്ടുള്ള കോശങ്ങൾ നമ്മുടെ ശരീരത്തിൽ വളരുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. ഇപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ എന്താണ് ഈ ഫ്രീ റാഡിക്കൽ പെട്ടെന്ന് വരാനുള്ള കാരണങ്ങൾ. അപ്പം ഇതിനെല്ലാം നമുക്ക് ചെറുത്ത് നിൽക്കുവാനായിട്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ 95 ഹെൽത്ത് ഡ്രിങ്ക് കഴിക്കണം എന്നുള്ളത്. അപ്പൊ നമ്മളെല്ലാവരും എന്താണ് ഫ്രീ റാഡിക്കൽ തടയാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മളെല്ലാം പറയേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വ്യായാമം ഒക്കെ ചെയ്യാൻ പറയുന്നുണ്ട്. നമ്മളെല്ലാവരും രാവിലെ എണീറ്റ് വ്യായാമം ചെയ്യാന്നുണ്ട്. ഞാനോ നിങ്ങളൊന്നും അധികം ആളുകളൊന്നും വ്യായാമം ചെയ്യുന്ന ആളുകളായിരിക്കില്ല. കാരണം എല്ലാരും ഇപ്പം ഇന്നത്തെ കാലത്ത് പറയും നമുക്ക് എല്ലാവരും തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയ്ക്ക് നമുക്ക് വ്യായാമം ചെയ്യാനുള്ള നേരമൊന്നും കിട്ടുന്നില്ല. അതുപോലെ യോഗ പോലെ ചെയ്യാനുള്ള ഇത് പറഞ്ഞുകൊണ്ട് യോഗ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് എന്താണ് നമ്മൾ ചെയ്യലില്ല. നമ്മളെല്ലാവരും തുടക്കം നമ്മൾ വിചാരിക്കും, ജഗതിയുടെ ഒരു സിനിമ കണ്ടതുപോലെ നമ്മൾ വിചാരിക്കും ഇതെല്ലാം ചെയ്യണം, നമ്മുടെ ശരീരത്തിൽ എന്താണ് നന്നായിട്ടൊരു ഒരു ജഗതി ഒരു സിനിമയ്ക്കകത്ത് ഒരു കവറിനകത്ത് ഒരു കത്ത് വായിച്ചിട്ട് എല്ലാരും എണ്ണീറ്റ് നിൽക്കുന്ന ഒരു സീനുണ്ട്. എല്ലാം നമ്മൾ നാളെ തൊട്ട് ഇതെല്ലാം ആരംഭിച്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവസാനം അത് അങ്ങ് ഇരിക്കും. എന്നിട്ട് ഇനി മുതൽ
മുതൽ തിന്നും, അല്ലെങ്കിൽ നാളെ ആകട്ടെ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മളിൽ ചില കാര്യങ്ങൾ നമ്മൾ ഓർക്കും, നല്ല നമ്മുടെ മൈൻഡ് നല്ല രീതിയിൽ കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, നമ്മുടെ കാര്യങ്ങളുടെ സ്ട്രെസ് മാറാൻ വേണ്ടി നമ്മളെല്ലാവരും എന്താണ് രാവിലെ പുലർച്ചെ എണ്ണീറ്റ് നമ്മൾ എന്താണ് യോഗ ചെയ്യണം, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ കേൾക്കണം. ഇതെല്ലാം നമ്മൾ ഇങ്ങനെ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. അപ്പൊ അതൊന്നും നമ്മൾ എന്താണ് ചെയ്യുന്ന രീതിയിലേക്ക് അതൊന്നും നമ്മൾ ചെയ്യാറില്ല തന്നെ. അപ്പൊ അങ്ങനെയുള്ള ചെയ്യണം. പിന്നെന്താ, കൃത്യസമയത്തുള്ള ഉറക്കം. നമ്മളെല്ലാവരും കൃത്യസമയത്ത് ഉറങ്ങുന്നുണ്ട്, എല്ലാവരും ജോലിക്ക് പോകുന്നവരാണ്. പിന്നെ അതിൻ്റെതായിട്ടുള്ള തിരക്കും കാര്യങ്ങളും ഒക്കെ ആണ്. നമ്മൾ കറക്റ്റ് സമയത്തുള്ള ഉറക്കം കിട്ടുന്നില്ല നമുക്ക്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡ്, എല്ലാവരോടും പറയുന്നതാണ് 7 മണി 8 മണി ആ സമയത്ത് കറക്റ്റ് ഒരു 7:30 ആകുന്ന സമയത്തേക്ക് നമ്മുടെ ശരീരത്തിൽ എന്താണ് രാത്രിയിലത്തെ ഫുഡ് കഴിക്കുന്നതാണെങ്കിൽ തന്നെ ആ സമയത്ത് തന്നെ കഴിക്കണം. അത് കഴിഞ്ഞ് 9 മണി 10 മണിയൊക്കെ ആയി കഴിക്കുന്ന ആൾക്കാരാണ് നമ്മൾ പലരും. അത് കഴിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ശരീരത്തിൽ പിടിക്കുകയില്ല. അതുപോലെ തന്നെ എന്താണ് നല്ല രീതിയിൽ ശരീരത്തിന്റെ ലേക്ക് ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കൂല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തില് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ എല്ലാം പ്രവർത്തിച്ച് യന്ത്രം, അതായത് നമ്മുടെ ശരീരത്തിൽ കൊടുക്കുന്ന ആ ഭക്ഷണത്തില് നല്ലതായിട്ട് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കണം. അപ്പൊ അതൊന്നും നമ്മൾ ഈ 9 മണിക്കത്തും 10 മണിക്കത്തെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടണമെന്നില്ല. അതായത് കുറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിൽ നല്ലത് വേണ്ടതിനെ മാത്രം തിരഞ്ഞെടുക്കുകയും ചീത്തയുള്ളതിനെ മാത്രം കളയുകയും ചെയ്യുന്ന ഒരു സംഭവം എല്ലാം നമ്മുടെ ശരീരത്തിനുള്ളിലുണ്ട്. അപ്പൊ അതൊന്നും നമുക്ക് നല്ല ഫുഡ് കഴിച്ചാൽ പോലും നമുക്ക് അതിൽ നിന്നൊന്നും കിട്ടുന്നില്ല. അതായത് നമ്മുടെ ശരീരത്തിൽ നല്ല രീതിയിൽ എന്താണ് ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ പറയുന്നുണ്ട് പെട്ടെന്ന് പോയി കിടക്കല്ലേ, അരമണിക്കൂറോ 1 മണിക്കൂറോ നമ്മളെല്ലാം ഇരിക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മളെല്ലാം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആദ്യം പോയി കിടക്കുന്നതാണ്. ഒരു 5 മിനിറ്റ് ഇരിക്കും, പിന്നെ പോയി നമ്മൾ കിടക്കുന്നവരാണ്. അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം നമ്മൾ എന്താണ് ഇതൊന്നും നമ്മൾ അധികം ഫോളോ അപ്പ് ചെയ്യുന്നില്ല. പിന്നെ അതുപോലെ തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കെമിക്കൽ ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണ്. ഞാൻ അതേ പറഞ്ഞ കെമിക്കൽ ഫുഡ് കഴിക്കാൻ നമ്മൾ ഇന്നിപ്പോ രാവിലെ ഒരു ന്യൂസിനകത്ത് കണ്ട് കോഴിയിറച്ചി, ചിക്കൻ കഴിക്കുന്നത് ആന്റിബയോട്ടിക് കുത്തിവെച്ച ഇറച്ചികളാണ് കഴിക്കുന്നത് എന്നുള്ളത്. നമ്മളെല്ലാവരും എന്ത് വിശേഷം വന്നാലും ആദ്യം മേടിക്കുന്നത് ചിക്കനാണ് മേടിക്കുന്നത്. ചിക്കൻ മേടിച്ചിട്ട് നമ്മൾ എല്ലാവരും ഉണ്ടാക്കി നല്ല സ്വാദിഷ്ടമായിട്ടുള്ള രീതിയിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും കഴിക്കും. 2 3 വട്ടം കോരി കഴിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. ഏറ്റവും കൂടുതൽ ചിക്കനകത്ത്, അതായത് ചെറിയ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നാടൻ കോഴികളെ കിട്ടുന്ന വെച്ച് കഴിഞ്ഞാൽ നാടൻ കോഴികളെ നമ്മുടെ വീട്ടിൽ വെക്കുന്ന നമ്മൾ അധികം കറി വെക്കും എടുക്കുകയും ചെയ്യുന്നില്ല. പുറത്തുനിന്ന് മേടിക്കുന്ന ആന്റിബയോട്ടിക്കുകൾ കുത്തിവെച്ചിട്ടുള്ള, അതായത് ഏറ്റവും നല്ല തൂക്കം കൂട്ടിയിട്ടുള്ള ചിക്കനുകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത്. അപ്പം അത്തരത്തിലുള്ള ചിക്കൻ കഴിക്കുന്ന, പിന്നെ എന്താണ് ഫാസ്റ്റ് ഫുഡ് നമ്മളെല്ലാവരും കഴിക്കുന്നതാണ്. ചിക്കൻ പല രീതിയിൽ പ്രിപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോൾ പല രീതിയിലാണ് പേരുകൾ വരുന്നത്. അൽഫാം, തന്തൂരി, ബ്രോസ്റ്റ്, ഇവയെല്ലാം നല്ല സ്വാദിഷ്ടത്തോടെ നമ്മൾ എല്ലാവരും കഴിക്കുന്നതാണ്. പുറത്തു പോയി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ഫുഡിന്റെ ആളുകളാണ് പുറത്തു പോയി കഴിഞ്ഞാൽ കഴിക്കുന്നത്. ഇന്ന് ഏറ്റവും കൂടുതലുള്ള സ്ഥലത്തിൽ ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ഫുഡ് കിട്ടുന്നതും വളരെ ഭംഗിയിൽ എന്താണ് ഏറ്റവും കൂടുതൽ എന്താണ് ഓരോ കാര്യങ്ങൾ, അതായത് നമ്മുടെ ശരീരത്തിന് വേണ്ടാത്ത കുറെ കാര്യങ്ങൾ ഏറ്റവും രീതിയിൽ പ്രിപ്പയർ ചെയ്ത് ഏറ്റവും കിട്ടുന്ന ഒരു സ്ഥലം എന്ന് വെച്ചാൽ കോഴിക്കോടിലെ ഫുഡാണ്. ഫുഡിന് ഏറ്റവും നല്ല ടേസ്റ്റ് ആന്ന് പറയുന്നതിൽ ഫുഡ് ഏറ്റവും ടേസ്റ്റ് കൂടാൻ കാരണം അജിനോമോട്ടോ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന ഫുഡിന് അജിനോമോട്ടോ യൂസ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ചില സമയത്ത് അത് ടേസ്റ്റ് ആയിട്ട് തോന്നൂല. പക്ഷെങ്കിൽ പുറത്തുനിന്ന് കഴിക്കുന്ന ഫുഡെല്ലാം അജിനോമോട്ടോ എല്ലാം യൂസ് ചെയ്ത് കിട്ടുന്നതുകൊണ്ട് ചൈനീസ് ആയാലും നോർത്ത് ഇന്ത്യൻസ് ആയാലും എല്ലാ ഐറ്റംസ് എല്ലാം തന്നെ ഏറ്റവും നല്ല ടേസ്റ്റി ആയിരിക്കും. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇത് കഴിച്ചു, ഒരു അമേരിക്കൻ ജോബ്സിൽ പോയിട്ട് കടയിൽ പോയി കഴിച്ചു. ഫുള്ള് പ്രൈവേറ്റും വന്നിട്ട് ചോദിച്ചു, എന്നോട് ചോദിച്ചു അത് കഴിച്ചതിന് ശേഷം ഫുള്ളും സോസ് ആണല്ലോ യൂസ് ചെയ്യുന്നത്. അമേരിക്കൻ ജോബ്സ് എന്നുള്ള പേര് കേൾക്കുന്നത് നമ്മൾ വെറൈറ്റി ആണെന്നുള്ള രീതിയിലാണ് കഴിക്കുന്നത്. പക്ഷെ അതിൽ യൂസ് ചെയ്തേക്കുന്ന സോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള സോസുകളാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വേണ്ട നല്ല കാര്യങ്ങൾ എന്താണ് ഓരോ ഫുഡിൽ കൂടെ, പുറത്തുനിന്നുള്ള ഒരു ഫുഡിൽ കൂടെ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന കെമിക്കൽ ഫുഡാണ്, ഫാസ്റ്റ് ഫുഡാണ് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത്. ഞാൻ പറഞ്ഞ കുടിക്കുന്ന വെള്ളം പോലും നമുക്ക് വിശ്വസിച്ച് കുടിക്കാൻ പറ്റാത്ത വെള്ളമാണ്. നമുക്ക് ശുദ്ധമായിട്ടുള്ള ഒരു വെള്ളം കിട്ടുന്നുണ്ടെന്ന് വെച്ചാൽ കിട്ടുന്നില്ല. പണ്ടത്തെ ആളുകൾ എന്നൊക്കെ വെച്ചാൽ കിണറ്റിൽ നിന്ന് നല്ലതായിട്ട് തലേ ദിവസം കോരി എടുത്തിട്ട് അതെന്താണ് ഒരു ഏറ്റവും ഒരു മൺകലത്തിനകത്ത് ആക്കി വെച്ച് നല്ല തണുത്ത ഫ്രിഡ്ജിനകത്തെ വെള്ളം, ശരിക്കും പറഞ്ഞാൽ പറയാം ഫ്രിഡ്ജിനകത്തെ വെള്ളം വെയിലോടെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും കുടിക്കല്ലെന്ന് പറയും. പിറ്റേ ദിവസം തൊണ്ടവേദനയും എന്തായിരിക്കും, പനി, ജലദോഷം തുടങ്ങും. അപ്പം അത്തരത്തിലുള്ള നമ്മൾ ഏറ്റവും കൂടുതൽ എന്താന്ന് വെച്ചാല് മൺകലത്തിനകത്ത് കോരി വെച്ച് വെള്ളം നമ്മൾ കുടിക്കുന്നതാണെങ്കിൽ നല്ല തണുപ്പുള്ള വെള്ളമായിരിക്കും, നല്ല ഇതായിരിക്കും. അതായത് നമ്മളോട് പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ആ കളിമണ്ണിന്റെയും കാര്യങ്ങൾ, ആ മൺകലം ഉണ്ടാക്കുന്ന ആ കളിമണ്ണിന്റെ കാര്യങ്ങൾ, അത് കളിമണ്ണിന്റെ ആ ഒരു സംഭവങ്ങളല്ലേ ഇല്ലേ, അതായത് നമ്മൾ ഉണ്ടാക്കുന്ന എന്താ ആ മണ്ണിന്റെ ഒരു പ്രത്യേക ആ രുചിയും കാര്യങ്ങളെല്ലാം ആ വെള്ളത്തിനകത്ത് കൂടി ചെന്നിട്ട് അത് നമ്മുടെ ശരീരത്തിൽ കിട്ടണമെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പണ്ടുള്ള ആൾക്കാര് എന്താ മൺകലത്തിനകത്ത് വെള്ളം കോരി വെച്ച് അതിനകത്തുള്ളത് കുടിക്കാൻ നല്ല തണുത്ത വെള്ളമായിരിക്കും, ചൂടുവെള്ളം ആയിരിക്കില്ല, തണുത്ത വെള്ളം തന്നെ ആയിരിക്കും. അപ്പൊ അത്തരത്തിൽ നമ്മളിപ്പോ ഫ്രിഡ്ജ് ആയി കഴിഞ്ഞപ്പോ നമ്മുടെ ഫുഡുകൾ തന്നെ 2 3 ദിവസം ഫ്രിഡ്ജിനകത്താക്കി വെച്ച് അത് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നവരാണ്, ചൂടാക്കി യൂസ് ചെയ്യുന്നുണ്ട്. ആ ചൂടാക്കി യൂസ് ചെയ്യുന്ന പ്രോസസ്സും കാരണം നമുക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് പൊറോട്ട കഴിക്കുന്നത്.
ഒന്നാമത്തെ കാര്യം പ്രോസസിങ് ഫുഡ് ഒഴിവാക്കണം എന്നാണ്. അധികം പ്രോസസ് ചെയ്യുന്ന വരുന്ന ഫുഡ് എന്തുകൊണ്ടാണ് നമ്മൾ കഴിക്കില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വരാനുള്ള കാരണമാണ്. നമ്മളൊക്കെ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് 2-3 ആഴ്ച അല്ലെങ്കിൽ ഒരു മാസത്തിൽ കൂടിയിരിക്കുന്ന സമയത്തൊക്കെ ഇപ്പൊ ഒരാഴ്ചയിലോ 2 ആഴ്ചയിലോ ഏതെങ്കിലും ഒരു സമയത്ത് പൊറോട്ട കഴിക്കുന്ന പോലല്ല. നമ്മളെല്ലാം എല്ലാ ദിവസവും അല്ലെങ്കിൽ 2 ആഴ്ച ഒരാഴ്ച 2-3-4 ദിവസം പൊറോട്ട കഴിച്ചാൽ നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. പ്രോസസ്സിങ് ചെയ്യുന്ന ഒരു ഫുഡാണ് പൊറോട്ട. അതായത് മൈദ അതാക്കി അതിൽ നിന്ന് വേറൊന്ന് മാറ്റി തിരിച്ച് പിന്നെ അത് പൊറോട്ടയിലേക്ക് മാറുമ്പോൾ പലതരത്തിലുള്ള പ്രോസസ്സിങ്ങിലൂടെ എത്തുന്ന ഒരു ഫുഡ് തന്നെയാണ്. അപ്പൊ അത് കഴിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ശരീരത്തിൽ എന്താണ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. നമ്മുടെ ശരീരം പലതരത്തിലുള്ള പ്രശ്നങ്ങളിലേക്കാണ് മാറുന്നത്. അപ്പൊ അങ്ങനത്തെ കെമിക്കൽ ഫുഡും ഫാസ്റ്റ് ഫുഡും എല്ലാം ഒഴിവാക്കുക. വെള്ളങ്ങൾ തന്നെ നമ്മൾ കഴിവതും നമ്മൾ ചൂടുവെള്ളം നമ്മൾ തിളപ്പിച്ചെടുക്കുന്ന വെള്ളമായിരിക്കും ഏറ്റവും നല്ലത്. പുറത്തുനിന്നുള്ള ഫുഡ് ഇതെല്ലാം കഴിക്കുന്നതുകൊണ്ട് നമുക്ക് പലതരത്തിലുള്ള അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള ഇതുകൊണ്ടുള്ള ഈ ഒരു കാരണങ്ങൾ കൊണ്ട് നമുക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകും. അപ്പൊ നമ്മുടെ 95 ഹെൽത്ത് ഡ്രിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബെറികൾ അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ട്സ് ആണെന്ന് ഞാൻ പറഞ്ഞു. അതായത് 14ഓളം ബെറികൾ അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ട്സ് ആണ്. അപ്പം ബെറികൾ എന്ന് വെച്ചാൽ ഒന്ന് അക്കായ് ബെറി ഉണ്ട്, ഒന്ന് ബ്ലാക്ക് ബെറി ഉണ്ട്, ക്രാൻബെറി ഉണ്ട്, അതുപോലെ തന്നെ എന്താ ഗോജി ബെറി ഉണ്ട്, പിന്നെ സ്ട്രോബെറി, ഞാവൽപ്പഴം, പിന്നെ അതുപോലെ തന്നെ ചെറി, നോനി, പിന്നെ ചുവന്ന ഉണക്കമുന്തിരിങ്ങയുണ്ട്, കറുത്ത ഉണക്കമുന്തിരിങ്ങയുണ്ട്, പിന്നെ അമല. അങ്ങനത്തെയുള്ള കുറെ അധികം ബെറികളുടെ എല്ലാം ഒരു സത്തടങ്ങിയിട്ടുള്ള ഒരു നമ്മുടെ ഒരു ഏറ്റവും വലിയ ഒരു ഹെൽത്ത് ഡ്രിങ്ക് ആണ് 95. എന്തുകൊണ്ടാണ് കഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബെറികളൊന്നും നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ പെട്ടെന്ന് നമുക്ക് കിട്ടാൻ പറ്റുന്ന ബെറികളൊന്നുമല്ല. അതായത് ഈ ഓരോ ബെറികളും നമുക്ക് എവിടെ നിന്നെല്ലാം കിട്ടുന്ന വെച്ചാൽ നമ്മൾ അതർ കൺട്രി, അതായത് ഈ ഓരോ ബെറികളും എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മള് വീട്ടുമുറ്റത്ത് നട്ടുണ്ടാക്കുന്ന നമ്മൾ പുറത്ത് മൂന്നാറിലും മറ്റു സ്ഥലങ്ങളും തമിഴ്നാട്ടിലൊന്നും പോയി കഴിഞ്ഞാൽ ഈ ബെറികൾ കിട്ടൂല. ഈ ഓരോ ബെറികൾ കിട്ടുന്നത് ഇത്ര വില വരാനുള്ള കാരണം ബെറികളെല്ലാം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടുന്നാ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഓരോ സ്ഥലത്ത് നിന്ന് കൊണ്ടുവരുന്ന കുറെ ബെറികൾ കാണാം. ആ ബെറികളെല്ലാം കൂട്ടിച്ചേർത്ത് അതിന്റെ സത്തുകളൊക്കെയാണ്. അതായത് നമ്മൾ പറയുന്ന ഈ അക്കായ് ബെറി ഉള്ളത് തെക്കേ അമേരിക്കയിലെ മഴക്കാടുകളിൽ കാണുന്ന ഒരു ബെറിയാണ് അക്കായ് ബെറി. ഈ ബെറികളൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത്. നിങ്ങളൊന്ന് വിചാരിക്കണം, ഈ ഒരു പ്രൊഡക്റ്റിന്റെ വില നമ്മളെല്ലാവരും പറഞ്ഞ സമയത്ത് ഈ ബെറിയുടെ ഈ ഒരു പഴത്തിന്റെ ജ്യൂസ് കഴിക്കുമ്പോൾ നമ്മൾ പറഞ്ഞില്ല ഈ ഒരു ഇത് കഴിച്ചിട്ട് ഇത്ര എല്ലാവരും ചോദിക്കുന്ന ഈ പ്രൊഡക്റ്റിന് ഇത്ര വിലയാണ്, എന്തുകൊണ്ടാണ് ഈ പ്രൊഡക്റ്റിന് ഇത്ര വിലയെന്ന്. അതാണ് ഞാൻ പറഞ്ഞ ലുലു മാളിൽ പോയിട്ട് ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഓരോ ബെറികളൊന്ന് രുചിച്ചു നോക്കാൻ തന്നെ അവർ പ്രത്യേകം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, സാമ്പിൾ പോലും തരത്തില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ സാമ്പിൾ കൊടുക്കുന്നില്ല എന്നുള്ളത്, രുചി നോക്കാൻ പോലും കൊടുക്കുന്നില്ല. അത് വേണമെങ്കിൽ നമുക്ക് എന്താണ് ആ ഒരു 2000 കൊടുത്തിട്ട് നമുക്ക് മേടിച്ച് കഴിക്കാം. അതാണ് ഒന്നാമത്തെ കാര്യം. അക്കായ് ബെറിയാണ് ഇത്. തെക്കേ അമേരിക്കയിലൊക്കെ മഴക്കാടുകളിൽ കാണപ്പെടുന്ന ഒരു ബെറികളാണ് അക്കായ് ബെറി എന്ന് വെച്ചാൽ. അതായത് നമ്മുടെ എന്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത്, നമ്മുടെ ചർമ്മം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ശരീരഭാരങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ എന്താ അൽഷിമേഴ്സ് പോലുള്ള പ്രശ്നങ്ങൾ, അതായത് മറവി പോലുള്ള രോഗങ്ങളൊന്നും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബെറികളുടെ ഉപയോഗം. അതുപോലെ തന്നെ തലച്ചോറിന്റെ ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കാനും പിന്നെ മെമ്മറി പവർ നന്നായിട്ട് കൂടുവാൻ വേണ്ടിയിട്ടും തലച്ചോറിലുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബെറി സഹായിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ബ്ലാക്ക് ബെറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുമ്പിന്റെ അംശം നല്ല കണ്ടന്റ് കൂടുതലായിരിക്കും. ഇരുമ്പിന്റെ അംശം കൂടുന്നത് കൊണ്ട് എന്താണ് നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. അതുകൊണ്ട് വിറ്റാമിൻ സിയുടെ കണ്ടന്റ് ഏറ്റവും അടങ്ങിയിട്ടുള്ള ഒരു ബെറിയാണ് ബ്ലാക്ക് ബെറി. പിന്നെ വരുന്നത് വെച്ചാൽ റാസ്ബെറി എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന എന്താണ് വിഷപദാർത്ഥങ്ങളെയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ നാരുകളുടെ ഒരു ഉറവിടമാണ്. അപ്പൊ നമ്മൾ പറയുന്നുണ്ട് നാരുകൾ അടങ്ങിയ ഫുഡുകളെല്ലാം കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ നാരുകൾ അടങ്ങിയിട്ടുള്ള ഒരു ബെറി തന്നെയാണ് നമ്മുടെ റാസ്ബെറി. പിന്നെന്താണ് നമ്മുടെ ശരീരത്തിലുള്ള നാഡീവ്യവസ്ഥയുടെ ആരോഗ്യത്തെ എന്താക്കുന്നു, സംരക്ഷിക്കുന്നു. അതായത് നാഡികളുടെ പ്രവർത്തനത്തിൽ ഊർജ്ജം നമുക്ക് നന്നായിട്ട് വരുന്ന സമയത്ത് നമുക്ക് നടക്കുമ്പോഴും എടുക്കുമ്പോഴും നാഡി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും എന്താണ് ഉണ്ടാകുന്നില്ല. പിന്നെന്താണ് രക്തസമ്മർദ്ദത്തെ ഇല്ലാതാക്കുന്നു, കൊളസ്ട്രോളിനെ ഇല്ലാതാക്കുന്നു, അമിതവണ്ണത്തെ ഇല്ലാതാക്കുന്നു, ഹൃദ്രോഗം പോലുള്ള അതായത് സ്ട്രോക്ക് പോലുള്ള കാര്യങ്ങളെയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി സഹായിക്കുന്ന ഈ ഒരു പ്രൊഡക്റ്റിനകത്തുള്ള ഏറ്റവും നല്ലൊരു ഇൻഗ്രീഡിയൻസ് കൂടിയാണ് റാസ്ബെറി. അപ്പം ഓരോ ബെറിക്കും ഒരുപാട് ഗുണങ്ങളാണ്. ഈ ഇത്രയൊന്നും അല്ല, ഒരുപാട് ഗുണങ്ങളാണ്. ഞാനത് ഷോർട്ട് ആക്കിയിട്ടാണ് ഓരോ ബെറികളുടെയും ഗുണങ്ങൾ എഴുതിയിട്ടുള്ളത്. പിന്നുള്ളതെന്ന് വെച്ചാൽ ക്രാൻബെറി എന്ന് വെച്ചാൽ മൂത്രനാളത്തിൽ ഉണ്ടാകുന്ന അണുബാധയൊക്കെ തടയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ്. പിന്നെന്താണ് മെച്ചപ്പെട്ട രോഗപ്രതിരോധ ശേഷി പ്രവർത്തനം നല്ല രീതിയിൽ നടത്തുവാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. പിന്നെ ക്യാൻസറുകളെ തടയാൻ വേണ്ടി സഹായിക്കുന്നതാണ്. പിന്നെന്താണ് ക്രാൻബെറി എന്ന് വെച്ചാൽ ഒരു പാനീയമാണ്. അത് ഒരു ഡോസ് നമ്മൾ ഒരു ശരീരത്തിൽ ശരിക്കും പറഞ്ഞ ഒരു ഡോസ് ദിവസവും കഴിക്കുന്നത് നല്ലതാണ്. അതായത് രക്തത്തിലുള്ള പഞ്ചസാരയുടെ അളവിനെയൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ക്രാൻബെറി. അതുപോലെ തന്നെ എൽഡൻ ബെറി പോഷകാഹാരത്താൽ നിറഞ്ഞ ഒരു സംഭവമാണ് എൽഡൻ ബെറി എന്നുള്ളത്. അതായത് വിറ്റാമിൻ ഉണ്ടായിരിക്കും അതിനകത്ത്, സിങ്ക് ഉണ്ട് അതിനകത്ത്, ഇരുമ്പിന്റെ അംശമുണ്ട്, ബീറ്റോ കാരറ്റിന്റെ അംശമുണ്ട്, അതുപോലെ ഫോളിക് ആസിഡിന്റെ അംശമുണ്ട്, വിറ്റാമിൻ B12 അംശമുണ്ട്. അതുപോലെ എന്താണ് ജലദോഷത്തിൽ നിന്നൊക്കെ നമുക്ക് നല്ല സംരക്ഷണം, അടിക്കടി ഉണ്ടാകുന്ന പനി, അലർജി പ്രശ്നങ്ങളിൽ നിന്നൊക്കെ എന്താണ് നമുക്ക് സംരക്ഷണം തരുന്നുണ്ട്.
അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ മുറിവുകളൊക്കെ, ആ മുറിവുകളൊക്കെ സുഖപ്പെടുത്തുവാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. പിന്നെ അൾസർ പോലുള്ള പ്രശ്നങ്ങളെയൊക്കെ എന്താണ് ഇല്ലാതാക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ബെറിയാണ് എൽഡർബെറി. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോജി ബെറിയാണ്. ഗോജി ബെറി എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിന്റെ ആരോഗ്യത്തെ നന്നായിട്ട് സംരക്ഷിക്കുവാൻ ഇടയാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആന്റി ഓക്സിഡന്റ് കപ്പാസിറ്റി ഉള്ള ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റ് ആണ്, ഏറ്റവും നല്ലൊരു ബെറിയാണ് ഗോജി ബെറി. പിന്നെ ആയുസിനെ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള കോശങ്ങളിലൊക്കെ കേടുപാടുകൾ വന്ന് പലതരത്തിൽ കോശങ്ങൾ നശിക്കുന്നതോടെ നമ്മുടെ ശരീരത്തിലെ ഊർജ്ജം നഷ്ടപ്പെടുന്നു, നമ്മളും മരണത്തിലേക്ക് പതുക്കെ പതുക്കെ ഇരയാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുപോലെ നമ്മുടെ ആയുസിന് അങ്ങനെ ഒന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ ആയുസിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു ബെറിയാണ് ഗോജി ബെറി എന്നുള്ളത്. പിന്നെ പറഞ്ഞ സ്ട്രോബെറി, നമ്മൾ എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ലളിതമായിട്ടുള്ള ഏറ്റവും നല്ലൊരു ഫുഡാണ് സ്ട്രോബെറി. സ്ട്രോബെറി സ്വാദിഷ്ടവും അതുപോലെ തന്നെ ആരോഗ്യപ്രദമായിട്ടുള്ള ഏറ്റവും നല്ലൊരു ഫലം കൂടിയാണ് സ്ട്രോബെറി. നിറയെ ആന്റി ഓക്സിഡന്റ് കപ്പാസിറ്റി ഉണ്ട്. അതുപോലെ തന്നെ വിറ്റാമിൻ സിയുടെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടും കൂടിയാണ് സ്ട്രോബെറി. അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി, നമുക്ക് അടിക്കടി ഉണ്ടാകുന്ന പനി, ചുമ, അങ്ങനത്തെ കാര്യങ്ങളെയൊക്കെ നമ്മൾ ഇല്ലാതാക്കാൻ വേണ്ടി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നുണ്ട്. പിന്നെന്താണ്, ഫൈബർ ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടും കൂടിയാണ് സ്ട്രോബെറി. പിന്നെന്താണ്, അർബുദത്തെയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടി, അർബുദ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ബെറിപ്പഴമാണ് സ്ട്രോബെറി എന്നുള്ളത്. പിന്നെ നോനി പഴങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ എന്താണ് ഹെൽത്ത് ഏജ് മാറ്റുന്നത്, അതായത് നമ്മുടെ ഹെൽത്ത് നമ്മൾ നല്ല രീതിയിലാക്കാൻ വേണ്ടി, റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. പിന്നെ ഹെഡാക്ക് മാറ്റുന്നു, അതായത് ഇപ്പൊ നമുക്ക് ഉണ്ടാകുന്ന അടിക്കടി ഉണ്ടാകുന്ന തലവേദന, മൈഗ്രെയിൻ പോലത്തെ തലവേദനകളൊന്നും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കാൻ പറ്റുന്ന ഒരു ഇതാണ് നോനി പഴങ്ങള്. പിന്നെന്താണ്, ഹൃദയാരോഗ്യത്തിന്, നമ്മുടെ ഹൃദയത്തിന് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, ഹൃദയം വേണ്ടതാണ്. അപ്പൊ ഹൃദയത്തിന്റെ ആരോഗ്യമൊക്കെ നല്ല രീതിയിലാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് നോനി പഴങ്ങൾ. പിന്നെ എന്താണ്, വയറിളക്കം, ലൂസ് മോഷൻ പോലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്. പിന്നെ വരുന്നത് കറ്റാർ വാഴയാണ്. നമുക്ക് ഏറ്റവും സുപരിചിതവും നമുക്ക് ഏറ്റവും അറിയുന്നതുമായ നമ്മുടെ വീടുകളിലും വെളുക്കുകളിലെല്ലാം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതായിട്ടുള്ള ഒന്നാണ് കറ്റാർ വാഴ. കറ്റാർ വാഴ ക്യാൻസർ പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും, പ്രമേഹം പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനും, അൾസർ പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനും, നമ്മുടെ ശരീരത്തിലുള്ള നമുക്ക് എന്താണ് തലയോട്ടികളിലെയും അതായത് നമ്മുടെ തലമുടിക്കും തലമുടിയിലെ ഓരോ തലമുടിക്കും ഒക്കെ എന്താണ് നല്ല രീതിയിലുള്ള ഊർജത്തെയും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള പ്രോട്ടീൻസും കാര്യങ്ങളും ഒക്കെ തരുന്ന ഒന്നാണ് നമ്മുടെ അതാണ് നമ്മൾ എണ്ണയിലൊക്കെ എടുത്ത് കാച്ചി നമ്മളെല്ലാവരും തലയിൽ തേക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഇത് ചെയ്യുന്നതാണ് കറ്റാർ വാഴ. അതുപോലെ തന്നെ എന്താണ്, ബ്ലാക്ക് കറണ്ട് എന്ന് വെച്ചാൽ അസ്ഥി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് എന്താണ് ഇല്ലാതാക്കുന്നു. അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് എന്താണ് ചുരുക്കം പോലുള്ള പ്രശ്നങ്ങൾ, അതായത് നമ്മുടെ എല്ല് ഞുറുങ്ങുന്ന പോലെ എല്ല് ഞുറുക്കം ഉണ്ടാകുന്ന സമയത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതെല്ലാം നമുക്ക് ഉണ്ടാകാനായിട്ട്, അതൊന്നും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കുന്ന ഒന്നാണ് ബ്ലാക്ക് കറണ്ട്. പിന്നെന്ന് വെച്ചാൽ ബ്ലൂബെറി എന്ന് വെച്ചാൽ നമുക്ക് ഏജിങ് കുറച്ച രീതിയിൽ നമുക്ക് സഹായിക്കുന്നത്, അതായത് അധികം ചിലർക്ക് ഞാൻ പറഞ്ഞു ഏജിങ് നല്ല രീതിയിൽ തോന്നുന്ന രീതിയിലേക്ക് മാറുകയും പിന്നെ നമുക്ക് ചെറിയ പ്രായത്തിൽ തന്നെ അധികം ഏജിങ് കൂടുതലായി കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതൊന്നും ഇല്ലാതാക്കാണ്ട് ഏജിങ് കുറച്ചുള്ള രീതിയിലേക്ക്, അതായത് നമ്മുടെ ശരീരത്തിലെ സ്കിന്നും കാര്യങ്ങളൊന്നും ഡാമേജ് വരാതെ വേണ്ടി കാത്തു സംരക്ഷിക്കാൻ നമുക്ക് അധികം ഏജ് ഇല്ലാത്ത രീതിയിൽ തന്നെ നമ്മളുടെ ചെറിയ പ്രായം, നമുക്ക് ആ ഒരു പ്രായമാണ് ആ രീതി കാണിക്കുന്ന രീതിയിലേക്ക് നമ്മളെ മാറ്റുന്ന ഒരു ഏറ്റവും നല്ലൊരു ഇതാണ് ബ്ലൂബെറി എന്ന് പറയുന്നത്. പിന്നെ നമ്മളുടെ മെമ്മറി പവറിനെ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കുന്ന ഒരു പഴം കൂടിയാണ് ബ്ലൂബെറി. പിന്നുള്ളത് ചെറിയാണ്. ചെറി നമുക്ക് അറിയാവുന്നതാണ്, നമ്മൾ നട്ട്സും ഫ്രൂട്ട്സും ഒക്കെ മേടിക്കുന്ന സമയത്ത്, നമ്മൾ ഐസ്ക്രീമും ഫലൂദയും ഒക്കെ കഴിക്കുന്ന സമയത്ത് അതിന്റെ മേലെ ഒന്ന് കുത്തിയിട്ട് കാണുന്നത് ചെറിപ്പഴം നല്ല ചുമന്നിട്ടുള്ളത്. അത് നമ്മളുടെ എന്താണ് ഉറക്കത്തെയൊക്കെ കുറയ്ക്കും, നമുക്ക് നല്ലതായിട്ട് ഉറങ്ങാൻ പറ്റുന്ന രീതിയിലേക്ക്, അതായത് നമ്മൾ ഉറക്കമില്ലാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ നമുക്കത് കഴിക്കുന്നത് എന്തല്ല നല്ല ഉറക്കം നല്ല കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കുന്നതാണ് ചെറിപ്പഴം. പിന്നുള്ള റെഡ് കറന്റ് ബെറി എന്ന് വെച്ചാൽ നമ്മുടെ ഡൈജഷൻ നമ്മുടെ ശരീരത്തിലാണ് നമ്മൾ കഴിക്കുന്ന ആഹാരമൊക്കെ നല്ല രീതിയിൽ ഡൈജഷൻ ചെയ്തിട്ട് നല്ല രീതിയിൽ മാറ്റാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതും, അതുപോലെ നമുക്ക് സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടി നല്ല സ്ട്രെങ്ത് നല്ല സ്ട്രോങ്ങും ആകാൻ വേണ്ടി സഹായിക്കുന്നതാണ്, നമ്മുടെ ശരീരം നല്ല സ്ട്രോങ്ങും ആകാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പഴമാണ് റെഡ് കറന്റ് ബെറി. പിന്നെ വരുന്ന അമല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അമല, നെല്ലിക്ക. നമ്മളെല്ലാം തലയിൽ എണ്ണ കാച്ചുന്നുണ്ട്, അല്ലാതെ തന്നെ നമ്മൾ കുടിക്കുന്നത് നല്ലതാന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ലതാണ് നമുക്കെല്ലാം അമല എന്നുള്ളത്. വിറ്റാമിൻ സിയും ഇമ്മ്യൂണിറ്റി പവറും നാരടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണമാണ്, ഫൈബറിൽ അടങ്ങിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ഭക്ഷണം, അതായത് നല്ലൊരു ഫ്രൂട്ടും കൂടിയാണ് നെല്ലിക്ക എന്നുള്ളത്. അപ്പം ഇത്തരത്തിലുള്ള 14 ബെറികൾ അടങ്ങിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ഹെൽത്തി ഫ്രൂട്ടാണ് നമ്മളുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസ്, ഹെൽത്തി ഫ്രൂട്ടിന്റെ എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ഹെൽത്തി ജ്യൂസ് തന്നെയാണ് നമ്മുടെ 95 ഹെൽത്ത് ഡ്രിങ്ക്. അതെല്ലാവരും നമ്മൾ എന്താണ് ഇത്രയും ഓരോ ബെറിക്കും നമ്മൾ മനസ്സിലാക്കണം, ഓരോ ബെറിക്കും ഓരോ ഗുണങ്ങളാണുള്ളത്. ആ ഗുണങ്ങളെല്ലാമാണ് നമ്മുടെ ശരീരത്തിൽ ഈ ഒരു ജ്യൂസ് കൊണ്ട് കഴിക്കുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള ഗുണങ്ങളുണ്ടാകും. അപ്പൊ നമുക്ക് ഏറ്റവും നമ്മൾ എപ്പോഴും പറഞ്ഞു കൊടുക്കാറുണ്ട്, ക്യാൻസർ പേഷ്യന്റിനൊക്കെ കൊടുക്കുന്നത് നല്ലതാന്ന് പറയുന്നുണ്ട്. പക്ഷെ അമിതമായി ക്യാൻസർ ആയിട്ട് ഒരുപാട് നശിച്ച് ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് നമുക്ക് പോയി കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല 95.
അതായത് ക്യാൻസർ ചെയ്യുന്ന ആളുകൾക്ക് കീമോതെറാപ്പി ചെയ്ത് കഴിയുമ്പോൾ ഉള്ള ക്ഷീണവും ഊർജ്ജവും എല്ലാം അവരുടെ ശരീരത്തിൽ നമുക്ക് നഷ്ടപ്പെടുന്നു. അപ്പൊ ആ നഷ്ടപ്പെടുന്ന സമയത്ത് അവർക്ക് അതിനനുസരിച്ച് നമുക്ക് അവരുടെ ശരീരത്തിൽ ഊർജ്ജം കിട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഏറ്റവും നല്ലൊരു ഊർജ്ജത്തിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ് 95 ഹെൽത്ത് ഡ്രിങ്ക്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും കഴിച്ചിരിക്കേണ്ട ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റാണ്. നമ്മളെല്ലാവരും ആയുസ് കൂടുതൽ വർദ്ധിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ ആയുസ് കൂടുതൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെ നമുക്ക് കഴിക്കേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ് 95 ഹെൽത്ത് ഡ്രിങ്ക്. അത് നമ്മൾ ആരോഗ്യമുള്ളവരിൽ, അതായത് നമ്മളെപ്പോൾ ആളുകൾ കഴിക്കണമെന്ന് വെച്ചാൽ ഒരു സാക്ഷ്യം എന്താണ്, ഒരു സാക്ഷ്യം കഴിച്ചാൽ മതി. അത് രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ ഇതിലൊരു സമയത്ത് നമ്മൾ ഒരു സാക്ഷ്യം വെറും വയറ്റിൽ നമ്മൾ സ്ലിപ്പായിട്ട് എന്താണ് എന്താ ഒന്നത് പൊട്ടിച്ചൊരു സാക്ഷ്യം പൊട്ടിച്ചിട്ട് വെള്ളത്തിനകത്ത് കലത്തിട്ട് നല്ല ഇതാക്കിയിട്ട് നമ്മൾ ഒന്ന് നന്നായിട്ട് അത് പൊട്ടിച്ചിടുന്ന ആ കവർ കൊണ്ട് തന്നെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് സ്പൂൺ കൊണ്ടൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് കലർത്തിയിട്ട് നമ്മൾ ഒരു ഇരുന്നിട്ട് നമ്മൾ സ്ലിപ്പായിട്ട് കഴിച്ചിട്ട് ഒന്ന് കുറച്ചേരം ഒന്ന് കിടക്കാം. ഒരു അരമണിക്കൂർ ഒന്ന് നമ്മൾ എന്താണ് ഒന്ന് കിടക്കുക. കിടന്നതിന് ശേഷം പിന്നെ നമ്മൾ എണ്ണീറ്റിട്ട് ഓരോ ജോലിയും കാര്യങ്ങളും ഒക്കെ ചെയ്താൽ മതി. അപ്പൊ നമ്മളെ പോലുള്ള അറിവുള്ള ആളുകളൊക്കെ ഒരു സാക്ഷനും കഴിക്കണം. അതായത് പാതി ആരോഗ്യം, അതായത് നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ക്ഷീണം, ഉത്കണ്ഠ, അങ്ങനത്തെ പ്രശ്നങ്ങളും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പലതരത്തിലുള്ള ക്ഷീണം അനുഭവപ്പെടുന്ന ആളുകൾക്കൊക്കെ എന്താണ് രണ്ട് നേരം കഴിക്കാം, രാവിലെയും രാത്രിയും കഴിക്കാവുന്നതാണ്. അത് ഇതേപോലെ തന്നെ ഓരോ സാക്ഷ്യം പൊട്ടിച്ചിട്ട് അങ്ങനെ കഴിക്കാവുന്നതാണ്. എല്ലാവരും കഴിക്കേണ്ട ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. നമുക്കെന്ന് വെച്ചാൽ നമ്മൾ പ്രത്യേകം കൊടുക്കുന്ന വെച്ചാൽ ഈ PCOD പ്രശ്നമുള്ള ആളുകൾക്കെല്ലാം സൈക്ലോബയും വുമൺ കമ്പാനിയനും അതുപോലെ തന്നെ 95 കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ കൗണ്ടിന്റെ പ്രശ്നമുള്ളവർക്ക് മാൻശക്തിമാനും അതുപോലെ നെർവ് എനർജിയും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റും കൊടുക്കുന്നത് നല്ലതാണ്. അത്തരത്തിലുള്ള എല്ലാ ആൾക്കും അലർജി സംബന്ധമായ പ്രശ്നമുള്ളവർക്ക് ഏറ്റവും കൂടുതൽ നല്ലതാണ് കവചപ്രാശവും 95 കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. നമ്മൾ എന്ത് പ്രൊഡക്റ്റിന്റെ കൂടെയും 95 ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ല ബെറ്റർ ആയിരിക്കും. കാരണം ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു ബെറുകളൊക്കെ നമുക്ക് ഇത്രയും നമ്മുടെ കൺവെട്ടത്തിൽ, അതായത് നമ്മുടെ ഇങ്ങനെ ഇതുപോലെ കിട്ടുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിൽ ഏറ്റവും ലക്ക് ചേർന്നിട്ടുള്ള ആളുകൾ തന്നെയാണ്. അപ്പൊ ഇതെല്ലാം നമ്മളെല്ലാവരും 3 മാസത്തില് എന്തായാലും 3 മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ ഈ ഒരു 3 മാസം, അതായത് ഒരു വർഷത്തിൽ നമ്മൾ ഒരിക്കലും ഒരു വർഷത്തിൽ ഒരു വട്ടം ഉപയോഗിക്കണം നമ്മൾ പറഞ്ഞത്, ഞാനത് പറയുന്നത് തെറ്റിച്ച് പറഞ്ഞതാണ്. 3 മാസത്തിൽ ഒരു മാസം, 3 മാസം കൂടുമ്പോൾ ഒരു മാസത്തിലെങ്കിലും ഉപയോഗിച്ചിരിക്കുന്ന ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ 95 ഹെൽത്ത് ഡ്രിങ്ക് എന്നുള്ള ഒരു പ്രൊഡക്റ്റ്. അപ്പം ഈ ഒരു പ്രൊഡക്റ്റ് ആണ് ഇന്നത്തെ നമുക്ക് ഏറ്റവും നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ്, നമ്മൾ ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട് നമ്മുടെ ഇതില്. അതിൽ ഏറ്റവും വിലപ്പെട്ടതും ഏറ്റവും ക്വാണ്ടിറ്റി കൂടിയതും ഏറ്റവും ക്വാളിറ്റി ഉള്ളതായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മുടെ 95 ഹെൽത്ത് ഡ്രിങ്ക് എന്നുള്ള പ്രൊഡക്റ്റ് ആണ്. അപ്പം ഇത്രയാണ് ഇന്നത്തെ എന്റെ പ്രൊഡക്റ്റ് ട്രെയിനിങ്.